ഒബ്നോക്ഷ്യസ് ട്രേഡ് എന്ന ഒബ്നോക്ഷ്യസ് എന്നുള്ള വാക്ക്, അത് മ്ലേച്ഛമായ താരിഫുകൾ അമേരിക്കക്കെതിരായി നടത്തുന്നു എന്നുള്ള വാക്കുകൂടെ അദ്ദേഹം ചോദിച്ചു. എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചല്ലോ, വീക്ക് ഇക്കോണമി എന്നല്ല പറഞ്ഞത്, ഇന്ത്യൻ എക്കോണമി ഈസ് എ ഡെഡ് ഇക്കോണമി എന്ന മരിച്ച മനോരമയിൽ വന്ന വാക്ക് ചത്ത സമ്പദ് വ്യവസ്ഥ എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചത്. അപ്പൊ അങ്ങനെയുള്ള വളരെ അപകടകരമായ വാക്കുകളാണ് ഇന്ത്യ ഹയസ്റ്റ് താരിഫ് കൺട്രി എന്നുള്ള വാക്കാണ് അദ്ദേഹം ഇന്ന് വീണ്ടും ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെതിരായി ഏതെല്ലാം തരത്തിലുള്ള മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാവോ അതെല്ലാം അദ്ദേഹം നിരന്തരം ഉപയോഗിക്കുന്നു. നമുക്കറിയാം, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇതിന് ഈ താരിഫിന്റെ കാര്യത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ചുങ്ക രാജാവാണെന്നാണ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ചുങ്കം ഏർപ്പെടുന്ന രാജ്യം. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പിന്നെ നമ്മളെ ആക്ഷേപിച്ചത് ഈ ഇന്ത്യയിൽ ശുദ്ധ ജലവും ഇല്ല, ശുദ്ധ വെള്ളവും ശുദ്ധ വായുവും ഇല്ല എന്നാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഈ നമുക്കറിയാമല്ലോ, ഈ വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായിട്ടാണ് ഈ ഗ്ലോബൽ വാർമിംഗും പോലെയുള്ള സംഭവവികാസം ഉണ്ടായത്. അതിന് അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോഴാണല്ലോ ഏഷ്യയിലെ രാജ്യങ്ങളായിട്ടുള്ള ചൈനയും ഇന്ത്യയും ഒക്കെ രംഗത്ത് വന്നത്. അദ്ദേഹം പറയുന്നതാണ്, ഇപ്പം ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ മുഖ്യ കാരണക്കാർ ഇന്ത്യയും ചൈനയും റഷ്യയാണ്, അവരാണ് ഇതിന്റെ പൈസ മുഴുക്കെ ചെലവഴിക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ രാജ്യത്തെ ഉൾപ്പെടെ അദ്ദേഹം തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്.